Hello, welcome to IAS Factors UPSC News Box. നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസ് ആണിത്. ആൻഡ് ഇന്ന് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, യെസ്, ഇന്ത്യ ഈസ് ടോക്കിംഗ് അബൌട്ട് ഓപ്പറേഷൻ സിന്ദൂർ. സോ അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ ഓൾറെഡി ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇന്ത്യ പഹൽഗാമിന് നടന്ന അറ്റാക്കിൻ്റെ റിറ്റാലിയേഷൻ എന്ന രീതിയിലാണ് ഇന്ത്യ ഹാസ് സ്ട്രൈക്ക് ബാക്ക്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് why is India doing this and what is Pakistan response? എങ്ങനെയാണ് ഇന്ത്യ ഇത് ചെയ്തത്, എന്ത് മീൻസിലൂടെയാണ് ഇന്ത്യ ഇത് അച്ചീവ് ചെയ്തത്, അതേപോലെ തന്നെ ഇസ് പാകിസ്ഥാൻ റിയലി ഇംപെനിട്രബിൾ? ഇങ്ങനെ ഏതാണ്ട് 200 കിലോമീറ്ററോളം പോയി പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അത്രയ്ക്കുള്ളൂ പാകിസ്ഥാൻ എന്ന് പറയുന്ന ലാർജർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഹൗ ഇസ് ഗോയിങ് ടു ബി ദ റെസ്പോൺസ് ഓഫ് പാകിസ്ഥാൻ? ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ നോക്കാം. സോ ഓപ്പറേഷൻ സിന്ദൂർ ഡെഫിനറ്റ്ലി പ്രൈം മിനിസ്റ്റർ വെച്ച പേര് തന്നെ അതാണ്. പഹൽഗാമിൽ മരിച്ച ഒരുപാട് സ്ത്രീകളുടെ സിന്ദൂരം പോയി, അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ റിറ്റാലിയേഷൻ സ്ട്രൈക്ക്. സോ അതിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കൂടുതലും. ഓൾമോസ്റ്റ് ക്ലെയിം ചെയ്യപ്പെടുന്നത് ഇതാണ്: 24 സ്ട്രൈക്സ് നടന്നു, 9 ടെറർ ക്യാമ്പ്, 70 കിൽഡ്. ഇന്ത്യ ഹാസ് റെയിൻഡ് ഹെൽ ഫോർ 25 മിനിറ്റ്സ്, 1:05 AM to 1:30 AM, മെയ് 7-ന്. സോ ഇത്രയും സംഭവം നടന്നപ്പോൾ ആൻഡ് ഇറ്റ് ഈസ് ജോയിൻ്റ്ലി ക്യാരിഡ് ഔട്ട് ബൈ ദ ഇന്ത്യൻ ആർമി, നേവി ആൻഡ് ദി എയർഫോഴ്സ്. മൂന്ന് പേരും കൂടെ ഒരുപാട് വർഷത്തിന് ശേഷം, ഐ തിങ്ക് 1971 ശേഷമാണ് ദേ ഹവ് കം ഫോർ എ ജോയിന്റ് അറ്റാക്ക്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നടന്നു. ആൻഡ് പാകിസ്ഥാന്റെ വേർഷൻ വളരെ രസകരമായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നത് ഈ പറയുന്ന 24 സ്ട്രൈക്കിലും ഈ ക്യാമ്പ്സിലെല്ലാം സ്ത്രീകളും കുട്ടികളാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു ഫാക്ട് പാകിസ്ഥാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇന്ത്യ സോളിഡ്ലി കൺഫേംസ് ദാറ്റ് ടെറർ ക്യാമ്പ്സ് ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സോ അടുത്തത് 25 മിനിറ്റിനുള്ളിൽ തന്നെ ഇത്രയും വലിയ സംഭവങ്ങൾ ക്യാരി ഔട്ട് ചെയ്തു. ജോയിന്റ് ആയിട്ട് ഇന്ത്യ ആർമി, നേവി, എയർഫോഴ്സ് ക്യാരി ചെയ്യുന്നതാണ് കോഡ് നെയിം ഇതെന്ന് പറയുന്നത്. ആൻഡ് 1971 ഇൻഡോ പാക് വാറിന് ശേഷമാണ് വി ആർ ആക്ച്വലി ഹാവിങ് എ ജോയിന്റ് എഫേർട്ട്, ഈ ജോയിന്റ് എഫേർട്ട് വരുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുമ്പോൾ ഉറി, നമ്മുടെ അതിനുശേഷമുള്ള പുൽവാമ അറ്റാക്സിനൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ ബാക്കിൽ നോക്കുമ്പോൾ ഇന്ത്യ വാസ് നോൺ ഫോർ ഇറ്റ്സ് സർജിക്കൽ സ്ട്രൈക്സ്. ശരിക്കും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്ക് ആണോ, അല്ലെങ്കിൽ എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സർജിക്കൽ സ്ട്രൈക്ക് ആൻഡ് ഈ ഓപ്പറേഷൻ സിന്ദൂർ? അപ്പോൾ ഇതിൽ ഈ അറ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഇസ് എ നോൺ എസ്കലേറ്ററി അറ്റാക്ക്, എംഫസൈസിങ് ദാറ്റ് നോ മിലിറ്ററി ഫെസിലിറ്റീസ് വർ ടാർഗറ്റഡ് ടു അവോയ്ഡ് ബ്രോഡർ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇപ്രാവശ്യത്തെ അറ്റാക്കിനെ അവർ നോൺ എസ്കലേറ്ററി ആയിട്ടാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. വാട്ട് എക്സാക്ട്ലി ഇസ് നോൺ എസ്കലേറ്ററി നമുക്ക് നോക്കാം. What is the context? The Pahalgam attack that you see, ഈ ഹൊറിഫിക് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യ ഇന്നല്ലെങ്കിൽ നാളെ റെസ്പോണ്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഇന്ത്യ ഹാസ് ലിഫ്റ്റഡ് ദാറ്റ് ഡിലേ ആൻഡ് ഇന്ത്യ ഹാസ് ഫൈനലി റെസ്പോണ്ടഡ് ഇൻ ദ മോസ്റ്റ് ഹാർഷസ്റ്റ് മാനർ. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ആൻഡ് ഈ അടുത്ത് നമ്മൾ എനിക്കൊന്ന് വാർത്ത പ്രസ് ബ്രീഫിങ്സ് എല്ലാം വളരെ പോപ്പുലർ ആയത്, the press briefings were stolen by Wing Commander Vyomika Singh and Colonel Sofia Qureshi. ഇവരാണ് ഓപ്പറേഷൻ സിന്ധു വിക്രം സിക്രിയുടെ കൂടെ ഈ സംഭവങ്ങൾ ബ്രീഫ് ചെയ്തത്. സോ ഇന്ത്യ ഹാസ് ബ്രീഫ്ഡ് ഇറ്റ്, ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ്, ഹൗ എക്സാക്ട്ലി ഡിഡ് ഓപ്പറേഷൻ സിന്ദൂർ വാസ് എക്സിക്യൂട്ടഡ്, ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെ എക്സിക്യൂട്ട് ചെയ്തതെന്നുള്ളൊരു കാര്യമുണ്ട്. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ട, അത് അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, സർജിക്കൽ സ്ട്രൈക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഓഫ് ദ ഇന്ത്യൻ മിലിറ്ററി ഇൻക്ലൂഡിങ് ദി എയർഫോഴ്സ്, നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്തിട്ടില്ല. നമ്മുടെ എയർ സ്പേസിൽ നിന്ന് തന്നെ നമ്മൾ മിസൈൽസ് ഉപയോഗിച്ചും അല്ലെങ്കിൽ അതിൻ്റെ പ്രിസിഷൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ചെയ്തത്. സോ അൺലൈക്ക് പ്രീവിയസ് ഓപ്പറേഷൻസ്, ഇന്ത്യ കണ്ടക്ടഡ് ദീസ് സ്ട്രൈക്സ് എൻറ്റയർലി ഫ്രം ഇറ്റ്സ് ഓൺ എയർ സ്പേസ്. മീൻസ് നമ്മുടെ എയർ സ്പേസ് തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ലോങ് റേഞ്ച് പ്രിസിഷൻ വെപ്പൻസ് ഉപയോഗിച്ചിരുന്നു. ഫിസിക്കലി എനിമി ടെറിട്ടറിയിൽ എൻ്റർ ചെയ്തിട്ടില്ല നമ്മൾ. വി ഹാവ് നോട്ട് ബ്രീച്ച്ഡ് ദ സോവറിനിറ്റി, വി ഹാവ് നോട്ട് ബ്രീച്ച്ഡ് ദി ലൈൻ ഓഫ് കൺട്രോൾ. റോന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഡേറ്റയും ഫീഡ്ബാക്കിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കേപ്പബിലിറ്റിയെ കുറിച്ചിട്ടോ പറയുന്നതിന് മുന്നേ, ഹൗ ഡസ് ഇന്ത്യസ് എബിലിറ്റി ടു സ്ട്രൈക്ക് ഡീപ്പ് ഇൻ ടു പാകിസ്ഥാൻ ഷോ? വാട്ട് ഇസ് ദിസ് ഷോ? ഇതെന്താണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ ടാർഗറ്റ് ചെയ്ത സ്ഥലങ്ങൾ ഇതിനകത്തുണ്ട്. ആൻഡ് യു ക്യാൻ ടേക്ക് എൻ എക്സാമ്പിൾ. ഒരുപാട് സ്ഥലങ്ങളിൽ ഭവൽപൂർ എന്ന് പറയുന്ന സ്ഥലം, ഇതാണ് ഏറ്റവും ഇന്ത്യയുടെ പ്രിസിഷൻ അറ്റാക്കിന് ഏറ്റവും വലിയൊരു ടെസ്റ്റിമണി ഭവൽപൂർ ആണ്. ബിക്കോസ് ഓൾമോസ്റ്റ് 180 to 200 കിലോമീറ്റേഴ്സ് ഇന്ത്യൻ ബോർഡറിലുള്ള ദൂരമുള്ള സ്ഥലം. അവിടെ നിന്നും ഈ സ്ഥലത്തേക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അത്രയും ലോങ് റേഞ്ച് പ്രിസിഷൻ വെപ്പൻസ് വേണം.
സോ അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഉപയോഗിച്ചത് ക്രൂയിസ് മിസൈൽസ്, ലോയിറ്ററിംഗ് മ്യൂണീഷ്യൻസ് പോലത്തെ. ഇതൊക്കെ എന്താണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് മീൻ ചെയ്തത്. സോ ഡസ് ദിസ് മീൻ, ദ ലാർജർ ക്വസ്റ്റ്യൻ ദാറ്റ് വി ആർ ആസ്കിങ് ഹിയർ, ഡസ് ദിസ് മീൻ പാകിസ്ഥാൻ ഇസ് പെനിട്രബിൾ? ഇത്രയും റഡാർ സിസ്റ്റം, ഒന്ന് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മളും ചോദിക്കേണ്ടതാണ്. ഇത്രയും വലിയ ഡിഫൻസ് സിസ്റ്റംസ് എല്ലാം ഉള്ള പാകിസ്ഥാനിൽ ഇന്ത്യക്ക് 200 കിലോമീറ്റർ കയറി പ്രിസൈസ് ആയിട്ട് ലോങ് റേഞ്ച് വാർഫെയർ നടത്താൻ സാധിച്ചുവെങ്കിൽ ഡു യു റിയലി തിങ്ക് ദാറ്റ് പാകിസ്ഥാൻ ഇസ് പെനിട്രബിൾ? ഇവരുടെ റഡാർ സിസ്റ്റംസും കാര്യങ്ങളൊന്നും അത്രയും പ്രോപ്പർ അല്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യെസ്, ടു ഡിഗ്രി ദ ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പാകിസ്ഥാൻസ് എയർ ഡിഫൻസ് ക്യാൻ ബി സർക്കംവെന്റഡ്. അതാണ് നമ്മൾ ചെയ്തത്. ചില ടെററിസ്റ്റ് സൈറ്റ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ബഹവൽപൂർ പോലത്തെ ചില സ്ഥലങ്ങളിൽ ഇന്ത്യക്ക് അത് ചെയ്യാൻ സാധിച്ചു. മേ ബി ഇന്ത്യക്ക് അതിൻ്റെ ഡേറ്റ ഉണ്ടാവുമായിരിക്കും. ബട്ട് ദിസ് ഓൾസോ ഡസ് നോട്ട് മീൻ ദാറ്റ് പാകിസ്ഥാൻ ഇസ് വൾണറബിൾ ടു ലാർജ് സ്കെയിൽ ഇൻവേഷൻ. അതിൻ്റെ അർത്ഥം നാളെ കറാച്ചിയിലോ ലാഹോറിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫേമസ് ആയിട്ടുള്ള സിറ്റീസിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ്റെ റഡാർ സിസ്റ്റംസും ഇൻ്റർസെപ്ഷൻ അത്രയും മോശമാണെന്നല്ല മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്നാലും ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്ന ഒരു വലിയൊരു ഫാക്ടർ ആണല്ലോ ദാറ്റ് അവരുടെ എയർ സ്പേസ് ഒന്നും അത്ര പ്രോപ്പർലി ഗാർഡഡ് അല്ല എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് കൂടുതലും ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ പൂർണ്ണമായും നമുക്കത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ലെന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ അതിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇതിൽ അടുത്തൊരു ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂർ വാസ് ലിമിറ്റഡ്, വളരെ പ്രിസൈസ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നോക്കിയാണ് ചെയ്തത്. മേ ബി ആ റിറ്റാലിയേഷൻ റെസ്പോൺസ് കുറവുള്ള സ്ഥലങ്ങളായിരിക്കും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ്, ഇനി അടുത്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, ഡെഫിനറ്റ്ലി ഇന്ത്യ ഹാസ് സ്ട്രൈക്ക് ടു ഇറ്റ്സ് കോർ. നൗ വാട്ട് ഈസ് ദ പാകിസ്ഥാനി റെസ്പോൺസ്? വിൽ പാകിസ്ഥാൻ സ്ട്രൈക്ക് ബാക്ക്? എന്ത് രീതിയിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്? ഡൽഹിയോ കേരളയോ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ്. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദ പാകിസ്ഥാൻ മാപ്പ്. കറാച്ചിയിൽ നിന്നും യു ക്യാൻ സീ ദ സീ റൂട്ട് വഴി താഴേക്ക് നോക്കുകയാണെങ്കിൽ മുംബൈ ഇസ് എ വെരി ക്ലോസ് അറ്റാക്ക്, ഗുജറാത്ത് ഉണ്ട്, മുംബൈ ഇസ് എ വെരി ഗുഡ് അറ്റാക്ക്, കൊച്ചി ആൻഡ് കേരള, ട്രിവാൻഡ്രം എല്ലാം ഈ സീ റൂട്ടിലൂടെ റേഞ്ചിലുള്ളതാണ്. പാകിസ്ഥാന് ഡൽഹി അറ്റാക്ക് ചെയ്യുന്ന പോലെ തന്നെ വേണമെങ്കിൽ കേരളത്തിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യം വേണ്ടി വന്നാൽ പോസിബിൾ ആണ്, പറ്റും. പാകിസ്ഥാൻ ഹാസ് ദ ടെക്നിക്കൽ കേപ്പബിലിറ്റി ടു സ്ട്രൈക്ക് ഡീപ്പ് ഇൻ ടു ഇന്ത്യ. അത് കേരളത്തിൽ വേണമെങ്കിലും പറ്റും. കാരണം കോസ്റ്റൽ റീജിയൻ വഴി നോക്കുമ്പോൾ യു ക്യാൻ സി ഷഹീൻ 2, ഷഹീൻ 3, ഈ മിസൈൽസ് കണ്ടോ? ഷഹീൻ 2 എന്നൊക്കെ പറയുന്നത് 2000 കിലോമീറ്റർ റീച്ച് ചെയ്യാൻ പറ്റും, ഡൽഹി വരെ റീച്ച് ചെയ്യാൻ പറ്റും, ആൻഡ് സെൻട്രൽ ഇന്ത്യ വരെ പോകാൻ പറ്റും. ലുക്ക് അറ്റ് ഷഹീൻ 3, 2750 കിലോമീറ്റേഴ്സ് റേഞ്ച് ഉണ്ട് ഇതിന്. തിയററ്റിക്കലി ഇറ്റ് ക്യാൻ ഗോ അപ് ടു 2500 കിലോമീറ്റേഴ്സ്. കേരളയൊക്കെ വളരെ ഈസിലി ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലാണ് പാകിസ്ഥാൻ്റെ. അപ്പോൾ നമ്മളും ആ റേഞ്ചിൽ ഉണ്ടെന്നുള്ളത് കാര്യം മനസ്സിലാക്കണം. നെക്സ്റ്റ് ഇസ് ദ ബാബർ ക്രൂസ് മിസൈൽ, ഓൾമോസ്റ്റ് 700 കിലോമീറ്റേഴ്സ്. ഇറ്റ് ക്യാൻ സ്ട്രൈക്ക് നോർത്ത് ഇന്ത്യ ഇൻക്ലൂഡിങ് ഡൽഹി. സോ പാകിസ്ഥാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ല, പക്ഷേ ഡെഫിനറ്റ്ലി പാകിസ്ഥാനും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ള ഒരു ഫാക്ട് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് വെരി ക്ലിയർലി. ഇനി അടുത്തത് സർജിക്കൽ സ്ട്രൈക്ക് ആണോ എന്നുള്ളതാണ്. ഡിഡ് വി റിയലി ക്രോസ് ദ ലൈൻ ഓഫ് കൺട്രോൾ? നമ്മൾ ശരിക്കും ക്രോസ് ചെയ്തോ? അപ്പോൾ നമുക്കറിയാം ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്. ഇതിനകത്ത് പോകുന്ന ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലീൻ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ നോ, ഇന്ത്യ ഡിഡ് നോട്ട് ക്രോസ് ദ ലൈൻ ഓഫ് കൺട്രോൾ ഡ്യൂറിങ് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഒഫീഷ്യൽ ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റ്. കാരണം ഇറ്റ് വാസ് നോൺ എസ്കലേറ്ററി, മീനിങ് നമ്മൾ ഡയറക്ട്ലി കൺഫ്രണ്ട് ചെയ്തിട്ടില്ല പാകിസ്ഥാൻ മിലിറ്ററിയുടെ ബേസിനെയോ പാകിസ്ഥാൻ മിലിറ്ററി ഫോഴ്സസിനെയോ അവരുടെ ഒഫീഷ്യൽ സിസ്റ്റത്തിനെ ഒന്നും. നമ്മൾ ഇന്ത്യ ഹാസ് നോട്ട് എൻഗേജ്ഡ് പാകിസ്ഥാൻ ഡയറക്ട്ലി. നമ്മൾ അവിടുത്തെ ടെറർ ക്യാമ്പ്സ് ആണ് തല്ലി തകർത്തത് അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞെന്ന് പറയുമ്പോൾ ദിസ് ഇസ് നോൺ എസ്കലേറ്ററി, ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ അല്ല ചെയ്തത്. സോ ഒരു സേഫ് ഡിസ്റ്റൻസ് എന്ന്, ഇന്ത്യൻ ടെറിട്ടറിക്ക് അകത്തുള്ള ഒരു സേഫ് ഡിസ്റ്റൻസ് എന്നാണ് നമ്മൾ ഫിസിക്കലി ക്രോസ് ചെയ്യാതെ നമ്മൾ അറ്റാക്ക് ചെയ്തത്. സോ ദിസ് അഗെയിൻ ബ്രിങ്സ് അസ് ടു എ ലാർജർ പോയിന്റ്. നമുക്ക് ലാർജർ വാർഫെയറിനുള്ള ഫെസിലിറ്റി ഉണ്ടാവണം എന്നാണ് ഇതിൽ പറയുന്നത്. സോ സർജിക്കൽ സ്ട്രൈക്കും ഇതും ഒന്നാണോ? കാരണം നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക്, ഇന്ത്യ got a huge response around the world with surgical strikes because everybody praised surgical strikes. ഭയങ്കര രസങ്ങൾ, നമ്മൾക്ക് പ്രതികാരം, രസം എന്ന് പറയുന്ന സെൻസ് ഇന്ത്യക്ക് അത്രയും സംഭവിച്ചതിന് ശേഷം ഇന്ത്യയുടെ റിറ്റാലിറ്ററി മോഡായിരുന്നു, പ്രിസിഷൻ ആയിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. പക്ഷേ ഇത് വ്യത്യാസമുണ്ട്. സർജിക്കൽ സ്ട്രൈക്കും രണ്ടും വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് എക്സിക്യൂഷൻ. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ട്രൂപ്സ്, അതിൽ ആർമിയുടെ ഗ്രൗണ്ട് സോൾജേഴ്സും ഓഫീസേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഫിസിക്കലി LOC ക്രോസ് ചെയ്ത് നമ്മുടെ ടാർഗറ്റിൽ പോയി അറ്റാക്ക് ചെയ്ത് തിരിച്ചു വരികയായിരുന്നു. എക്സാക്ട്ലി ഉറി അറ്റാക്ക് നടന്നതിന് ശേഷം, ഇഫ് യു ഹാവ് വാച്ച് ദ മൂവി ഉറി യു വിൽ നോ ദാറ്റ് നമ്മൾ എങ്ങനെയാണ് അവിടെ പോയി ചെയ്ത് മിഷൻ നടത്തി തിരിച്ചു വന്നത്. പക്ഷേ സിന്ദൂർ എന്ന് പറയുന്നത് എയർ ലോഞ്ച് പാഡിൽ ലോങ് റേഞ്ച് പ്രിസിഷൻ വെപ്പൻസ് വെച്ച് നോ ഫിസിക്കൽ ഇൻകർഷൻ ഇൻ ടു ദ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പ്രത്യേകം ഓർക്കാൻ പറ്റും. സോ റിസ്ക് ആൻഡ് എസ്കലേഷൻ എന്ന് പറയുമ്പോൾ സർജിക്കൽ റിസ്ക് എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്.
ബിക്കോസ് നമ്മുടെ ട്രൂപ്സ് ആർമി അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ് ഫിസിക്കലി എൻറ്റർ ചെയ്യാണ്. പക്ഷേ ഇവിടെ സിന്ദൂറിൽ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല. കാരണം ഇന്ത്യൻ എയർ സ്പേസും ടെററിസ്റ്റ് സൈറ്റ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടാക്കിൾ ചെയ്തത്. അപ്പോൾ അതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ആൻഡ് വാട്ട് ആർ ദ ലൊക്കേഷൻസ് ടാർഗറ്റഡ് ഇൻ പാകിസ്ഥാൻ? യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇത്രയും സ്ഥലങ്ങൾ ഇതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ദി മുരിഡ് കെ, സിയാൽകോട്ട്, കോട്ട്ലി, മുസാഫർബാദ് ആൻഡ് ബഹാവൽപൂർ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട സ്ഥലം യു ക്യാൻ സീ ഇൻ ദ മാപ്പ് ഇസ് ബഹാവൽപൂർ. കാരണം മറ്റതെല്ലാം നമ്മുടെ ബോർഡറിംഗ് റീജിയൻസിലാണെങ്കിൽ പോലും ഇത് ഏകദേശം 200 കിലോമീറ്റേഴ്സോളം ഉള്ളിലേക്ക് പോയി അറ്റാക്ക് ചെയ്ത സ്ഥലമാണ് ബഹാവൽപൂർ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ, നമ്മൾ പോയില്ല, നമ്മുടെ മിസൈലും കാര്യങ്ങളും അവിടെ വരെ എത്തി, നമ്മൾ നേടിയെടുത്തു അത്. സോ ടാർഗറ്റിംഗ് സൈറ്റ്സ് പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രൊവിൻസിലാണ്. ജയ്ഷ് ഇ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും കൂടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. മൗലാന മസൂദ്, ഒരുപാട് ആൾക്കാർ, പണ്ടത്തെ ടെററിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഉള്ള സ്ഥലമാണ്, അവരുടെ ഏരിയയാണ് ബഹവൽപൂർ എന്ന് പറയുന്നത്. ആ ഏരിയയാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് മുരിഡ് കെ ഇൻ പഞ്ചാബ് ലഷ്കർ ഇ തോയ്ബയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്, ഒരു മേജർ ലോജിസ്റ്റിക്കൽ സെന്റർ ആണ് ടെററിസ്റ്റ് ഓപ്പറേഷൻ. പിന്നെ മുസഫർബാദ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിന്റെ സിഗ്നിഫിക്കന്റ് ഹബ്ബാണ്. ഒരുപാട് ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ഏറ്റവും കൂടുതൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ട്രെയിനിങ് റിക്രൂട്ട്മെന്റ് നടക്കുന്ന സ്ഥലമാണ് മുസാഫർബാദ്. ഒബ്വിയസ്ലി ആ ഏരിയ ആണ് ഇവിടെ ഫ്ലഷ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒബ്വിയസ്ലി കോട്ട്ലി, ഇത് ടെററിസ്റ്റ് ക്യാമ്പ്സും ഉള്ള സ്ഥലമാണ്. സിയാൽകോട്ട് നിയർ ദ ബോർഡർ ഇൻ പഞ്ചാബ്, നോൺ ഫോർ ടെററിസ്റ്റ് ഫെസിലിറ്റീസ് ഉള്ളതാണ്. ഇതിൽ മുസാഫർബാദ് ട്രെയിനിങ് ആൻഡ് റിക്രൂട്ടിങ്ങിനുള്ള പ്രധാന സ്ഥലം കൂടെയാണ്. സോ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് പാകിസ്ഥാനിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ലോങ് പ്രിസിഷൻ മെത്തേഡ്സ്. സോ നമ്മുടെ എന്ത് തരം വെപ്പൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക? കാരണം ഡീറ്റെയിൽസ് ഓഫ് വെപ്പൺ, ഇതൊക്കെ ന്യൂസിൽ ഒരുപാട് ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് ദ വെപ്പൻസ് ഡു യു തിങ്ക് ഇന്ത്യ മൈറ്റ് ഹാവ് യൂസ്ഡ്? ലെറ്റ്സ് ഹാവ് ആൻ ഐഡിയ. ലോങ് റേഞ്ച് പ്രിസിഷൻ വെപ്പൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് തരമാണ് എസ്കലേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, വൺ, ഇതും ഒരു ധാരണയാണ് ആക്ച്വലി. കാരണം രാവിലെ തൊട്ട് ഒരുപാട് ആൾക്കാർ സ്പെക്യുലേറ്റ് ചെയ്യുന്നുണ്ട്. ഐ ഹേർഡ് ഫോമർ മേജർ ജനറൽ സ്പീക്കിംഗ് ഇൻ റിപ്പബ്ലിക് TV ദാറ്റ് ബ്രഹ്മോസ് മൈറ്റ് ഹാവ് ബീൻ യൂസ്ഡ് എന്നൊക്കെ പറഞ്ഞു. ബ്രഹ്മോസ് ഉണ്ടോ? നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ, സ്കാൽപ്പ് എന്ന് പറയുന്ന സ്ക്രൂസ് മിസൈൽ സ്റ്റോം ഷാഡോ ഇസ് വെരി പോപ്പുലർ. ഏകദേശം 250 കിലോമീറ്റേഴ്സോളം റേഞ്ച് ഉള്ള പ്രിസിഷൻ ഹാർഡ് ആൻഡ് ടാർഗറ്റ്സിൽ ഐഡിയൽ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കാൽപ്പ് ക്രൂസ് മിസൈൽ സ്റ്റോം ഷാഡോ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ആൻഡ് ദെൻ ഹാമർ ബോംബ്സ്, ദി ആർ വെരി അജൈൽ മോഡ്യുലർ മുനിഷൻ എക്സ്റ്റെൻഡഡ് റേഞ്ച്. ഈ ഹാമർ എന്ന് പറയുന്ന സംഭവം 50-70 കിലോമീറ്റേഴ്സ് ഉണ്ട് ലോഞ്ച് ഓൾട്ടിറ്റ്യൂഡ് വെച്ചിട്ട്. ഈ ബങ്കേഴ്സും ബിൽഡിങ്സും ഇതൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. സോ അജൈൽ എന്ന വാക്കാണ് ഇതിന് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ചെയ്യുന്നത്. അത്രയും അജൈൽ മോഡ്യുലർ മ്യൂണിഷനാണ് ഹാമർ എന്ന് പറയുന്നത്. ഹാമർ എന്ന് പറയുന്നത് തന്നെ ഹൈലി അജൈൽ മോഡ്യുലർ മ്യൂണിഷൻ എക്സ്റ്റെൻഡഡ് റേഞ്ച് ആണ് ബോംബ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഓൾസോ ലോയിറ്ററിംഗ് മ്യൂണിഷൻസ്. ഇതാണ്, ദിസ് ഇസ് കോൾഡ് ആസ് ദ കാമിക്കേസ് ഡ്രോൺസ്. ഇത് ഒരു സർവൈലൻസും സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉള്ള ഒരു ഡ്രോൺ പോലെയാണ്. ഇറ്റ് ക്യാൻ ലോയിറ്റർ ഓവർ എ ടാർഗറ്റ് ഏരിയ. അതായത് ഇതിങ്ങനെ ആകാശത്ത് ഇങ്ങനെ വെറുതെ ലോയിറ്റർ ഇൻ ദ സെൻസ് ഇറ്റ് ക്യാൻ ആക്ച്വലി ഹവർ അറൌണ്ട് ദ സ്കൈ, ഇങ്ങനെ ഹവർ ചെയ്ത് നിൽക്കാം. ആ പോയിന്റ് കിട്ടുമ്പോൾ ദ മോസ്റ്റ് ഓപ്റ്റിമൽ പോയിന്റിൽ പ്രിസിഷൻ നോക്കി ഫ്ലെക്സിബിൾ ആയിട്ട് ഇറ്റ് ക്യാൻ സ്ട്രൈക്ക്. അതാണ് കാമിക്കേസ് ഡ്രോൺസ് എന്നാണ് വിളിക്കുന്നതിനെ. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇങ്ങനെയാണ് അത് പറക്കുന്നുണ്ടാവുക. സോ ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് അത് ഇങ്ങനെ കറങ്ങി നടന്ന് ടാർഗറ്റ് ഏരിയയിലൂടെ പോയി കൃത്യം സമയം കിട്ടുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് എക്സാമ്പിൾസ് ഓഫ് BVR വിച്ച് ആർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് വെപ്പൻസ് ആൻഡ് സ്റ്റാൻഡ് ഓഫ് മ്യൂണിഷൻസ് ലോഞ്ച് ഫ്രം ഇന്ത്യൻ ഫോഴ്സ് ഫൈറ്റർ ജെറ്റ്സ്. ഇത് ജെറ്റിൽ നിന്ന് ഫയർ ചെയ്യുന്ന രീതി കണ്ടോ? ഈ BVR വെപ്പൻസും സ്റ്റാൻഡ് ഓഫ് മ്യൂണിഷൻസും ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നാണ് നമുക്ക് റിപ്പോർട്ട്സ് വരുന്നത്. ആൻഡ് പിന്നെ നോർമൽ ക്രൂസ് മിസൈൽസ് ലാർജ്ലി ഡിപ്ലോയ്ഡ് ഹൈ വാല്യൂ ടാർഗറ്റ്സ് യൂസ് ചെയ്യുന്ന ഫൈറ്റർ ജെറ്റ്സ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നോർമൽ ക്രൂസ് മിസൈൽസും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും ഫൈറ്റ് നടന്നതിന് ശേഷവും യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. പാകിസ്ഥാനിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ ഇമ്പാക്റ്റ് ആണ് ടൈംസ് ഓഫ് ഇന്ത്യയിലും ET Nowലും വന്നിരിക്കുന്നത്. 5% ഓഫ് ദ പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാസ് ക്രാഷ്ഡ്. 5% ആണ് അത്രയും. അപ്പോൾ പാകിസ്ഥാന് വലിയൊരു ലോസ് വന്നിരിക്കുകയാണ് ഫിനാൻഷ്യലിയും കൂടെ. കാരണം ഇത് റീകൂപ്പ് ചെയ്തെടുക്കണമല്ലോ. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരെ ഡിഫിക്കൽട്ടായി. ആൻഡ് യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് വരുന്ന സമയത്താണ് പാകിസ്ഥാൻ, നിങ്ങൾ BBCയും സ്കൈ ന്യൂസ് ഒക്കെ ഐ വാസ് ആക്ച്വലി ഗോയിങ് ത്രൂ ദ സ്കൈ ന്യൂസ് ആൻഡ് BBC ആൻഡ് ബ്ലൂംബർഗ് ഇന്റർനാഷണൽ മീഡിയയിൽ പാകിസ്ഥാൻ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ദേ ക്ലെയിം, അവർ പറയുന്നത് എത്രയോ ചിൽഡ്രൻ വിമനെ ഒക്കെ ഈ അറ്റാക്കിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്.
സോ ഇതിൽ രസകരമായിട്ടുള്ള ഐ ഹേർഡ് എ ജേർണലിസ്റ്റ് ആസ്കിംഗ് ദ ക്വസ്റ്റ്യൻ ബാക്ക്, ക്യാൻ യു പ്ലീസ് ഷോ അസ് ദ പ്രൂഫ് ഓഫ് ദ വിമൻ ആൻഡ് ചിൽഡ്രൻ? അവർക്ക് ആ പ്രൂഫ് കാണിക്കാനില്ല. സോ ഇതൊരു ഹോളോ ക്ലെയിം ആണോ അല്ല എന്നുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ടേക്ക് എ ലുക്ക് അറ്റ് ദ ഫ്ലൈറ്റ് ഡേറ്റ. എപ്പോഴും ഇതേപോലെ പണ്ട് ബലാക്കോട്ടിലും ആ സമയത്ത് അറ്റാക്ക് നടന്ന സമയത്തും പാകിസ്ഥാൻ നോ ഫ്ലൈ സോൺ ആവും. ടേക്ക് എ ലുക്ക് അറ്റ് പാകിസ്ഥാൻ. ഈ സമയത്ത് ഇതിലൂടെ പോകുന്ന ഇറാനിലൂടെയും UAE-യിലൂടെയും പോകുന്ന ഫ്ലൈറ്റ് ഇന്ത്യയിലേക്ക് കടക്കുന്ന സമയത്ത് യൂഷ്വലി ഇറ്റ് യൂസ് ടു ഫ്ലൈ എബവ് പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ബട്ട് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. അതിൻ്റെ മുകളിൽ കൂടെ ദ ഫ്ലൈറ്റ് ഹാസ് ബീൻ ഡൈവേർട്ടഡ്. എന്തോരം ഫ്ലൈറ്റ്സ് ആണ്. അതിൻ്റെ ഒരു പിക്ചറാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് എ സ്ട്രീം ഓഫ് എയർക്രാഫ്റ്റ്സ് ലൈക്ക് ഡൈവേർട്ടിങ് ത്രൂ ഇറാൻ, അറേബ്യൻ സീ, UAE ഒക്കെ കാരണം, ഓപ്പറേഷൻ സിന്ദൂർ കാരണം ഇതെല്ലാം റൂട്ട് മാപ്പും തിരിച്ചു വിട്ടിരിക്കുകയാണ്. സോ ദീസ് ആർ ഓൾസോ സംതിങ് ദാറ്റ് വി നീഡ് ടു നോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലി നമുക്ക് അറിയേണ്ടത്. ഇനി വരുന്ന ദിവസം നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ അറിയാം. സോ ഡു സബ്സ്ക്രൈബ് ടു IAS Factors ചാനൽ. ആൻഡ് യെസ്, ഐ എം അർജുൻ ആർ ശങ്കർ. അടുത്ത കറണ്ട് അഫയേഴ്സ് ന്യൂസ് ബോക്സിൽ നമുക്ക് കാണാം. താങ്ക് യു ആൻഡ് ലിസൺ ടു ദ ചാനൽ.